പ്യാരെ ദോസ്തോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപ്പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പൊതുവായിട്ട് നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിന് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പേജ് തന്നെ കാണാം, നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ട്. അതുപോലെ 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും എത്ര എണ്ണം എഴുതാനുള്ളത്, നമ്മൾ 5 എണ്ണത്തിന് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതുണ്ട്. പിന്നെ അങ്ങനെ സംഗതികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾ നല്ല രൂപത്തിൽ വായിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഒന്നാമത്തേത് പിന്നെ ഇവിടെ നിർദ്ദേശമായിട്ട് വേറെ ഏക് സേ 6 തക് കെ തമാം സവാലും കെ ജവാബ് ലിഖിയെ. 1 മുതൽ 6 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ജവാബ് ആൻസർ തരണം. ഒന്നാമത്തെ നോക്കൂ. ഗ്രൂപ്പ് സെ നാമുനാസിബ് ലഫ്സ് ചുൻകർ ലിഖിയെ. ഗ്രൂപ്പിൽ നിന്ന് ചേരാത്തത്, തമ്മിൽ യോജിക്കാത്തത് ഒരു വേർഡുണ്ട്, അതിനെടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പം നോക്കൂ, ഇതിൽ നദി, നാവ്, നാഷ്ത, നാല. നദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പുഴയാണ്. നാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ തോണിയാണ്. പിന്നെ നാഷ്ത എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. നാല പറഞ്ഞാൽ പിന്നെ തോടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയില്ലേ, നാഷ്ത ആയിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ രണ്ടാമത്തെ മേര് അല്ല ബുരായി സെ ബച്ചാന മുജ്കോ. നമ്മളെ ലെപ്പ് ആത്തി ഹേ എന്നുള്ള അതിൽ പഠിച്ചതാണ്. മേര് അല്ലാ ബുരായി സെ ബച്ചാന മുജ്കോ നേക്ക് ജോ രാഹു ഹോ ഇസ് രഹ് പചലാന മുജ്കോ. അത് അല്ലാമ ഇക്ബാലിലെ ആ പദ്യത്തിൽ നിന്നതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇതിൽ ചോദ്യം, ഈ ദുആയ നസ്ം കാ ഏക് ഷേർ ഹെ ഇസ്കാ ഷായർ കോനെ. ഇത് എഴുതിയത് ആരാണ്? ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് അല്ലേ, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് ഇതിൻ്റെ ഷായർ, കവി, പോയിറ്റ്. മൂന്നാമത്തെ ഖാന അലിഫ് കോ ഖാന ബേസെ മിലായിയെ. അപ്പോൾ 2 കോളം ഉണ്ട്, അലിഫും അതുപോലെ ബേ. അപ്പോൾ ഇത് രണ്ടൊന്ന് നിങ്ങൾ ചേർത്ത് എഴുതുക. ഒന്നാമത് നോക്കൂ, ഫൂൽ, ഗാഡി, ചിടിയ, പാനി. അപ്പോൾ ഇതായിട്ട് എങ്ങനെയൊക്കെ യോജിക്കാൻ പറ്റും? നമ്മൾ ഫൂൽ, അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ നോക്കുക? സടക്ക്, ഫുവാറ, ഖുഷ്ബു, ചഹ്ചഹാട്ട്. ഫൂല് ഇതിൻ്റെയൊക്കെ അർത്ഥം കയറാം. ഫൂല് പറഞ്ഞാൽ പൂവ്, ഗാഡി വാഹനം, ചിടിയ എന്ന് പറഞ്ഞാൽ കുരുവി, പാനി വെള്ളം. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്. ഫുവാറ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളച്ചാട്ടം. പിന്നെ ഖുഷ്ബു എന്ന് പറഞ്ഞാൽ പരിമളം, സുഗന്ധം. ചഹ്ചഹാട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കലപ്പില, ഒച്ചയും ബഹളം എന്നൊക്കെയാണ്. അപ്പോൾ ഈ പൂവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഖുഷ്ബു, സുഗന്ധമായിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ആൻസർ ഷീറ്റിൽ അങ്ങനെ തന്നെ എഴുതാം. ഗാഡി വാഹനം, അത് ഏതിലൂടെയാണ് പോകുന്നത്? നമുക്ക് സടക്ക് അല്ലേ, ഇതിങ്ങനെ ഒരു ജോഡി. ചിടിയ എന്ന് പറഞ്ഞാൽ കുരുവിയാണ്, കിളി എന്നൊക്കെ പറയാം. അതിൻ്റെ ശബ്ദത്തിനാണ് ചഹ്ചഹാട്ട് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ വരും. ഇനി നോക്കൂ, അടുത്തത് പാനി, വെള്ളം. അത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത്. വെള്ളച്ചാട്ടം ജലധാര, പാർക്കുകളിലൊക്കെ കൃത്രിമ വെള്ളച്ചാട്ടമുണ്ട്, ജലധാര എന്നൊക്കെ പറയണേ. ഓക്കെ, അതാണ് ഫുവാറ. ഈ 4ാമത്തെ പ്രവർത്തനം അഷാർ ഓർ സേ പഠിയെ. ഈ വരികൾ ശ്രദ്ധിച്ച് പിന്നെ വായിച്ചിട്ട് ഉന്മേസ് ദ്വായ നസ്ം കാ ഷേർ ചുൻകർ ലിഖിയ. അപ്പോൾ ഇതിൽ കുറച്ച് വരികൾ തന്നെ തന്നിട്ടുണ്ട്. അതിൽ പ്രാർത്ഥനാ ഗാനം ദ്വായ നസ്ം ഏതാണെന്ന് എഴുതുക. ഹർ വക്ത് കിലോനെ ഹൈ ഓർ ഉംദ വസായെ ഹേ മാം ബാപ് കി ഷഫക്കത്ത് ഹേ ഓർ ഉൻകി ദ്വായെ ഹേ. ഇത് നമ്മൾ പിന്നെ ഏതിലാണ് പഠിച്ചത് നിങ്ങൾക്കറിയാം? ഇത് ദ്വായ നസ്ം അല്ല, ഇത് നമ്മളെ ബച്പൻ ക സമാന എന്നുള്ളതാണ്. കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള പാട്ടില്ലേ, പിന്നെ ബച്പൻ ക സമാന ഹെ ക്യാ ഖൂബ് സമാന ഹെ. അപ്പോൾ അത് പ്രാർത്ഥനാ ഗാനമല്ല. പിന്നെ നോക്കൂ, അടുത്തത് ലെപ്പ് ആത്തി ഹേ ദുആ ബൻ കെ തമന്ന മേരി. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ് ഇക്ബാലിൻ്റെ, നേരത്തെ നമ്മൾ വായിച്ചതിൻ്റെ ബാക്കിയുള്ള. ജിന്ദഗി ഷമ്മ കി സൂറത്ത് ഹോ ഖുദായ മേരി. ഖുദ എന്ന് പറഞ്ഞാൽ റബ്ബ്, അള്ളാഹു, ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതാണ് പ്രാർത്ഥനാ ഗാനം. ഇനി 3ാമത്തും വേണമെങ്കിൽ നോക്കൂ, മഹബൂബ് സമാന ഹെ മർഹൂബ് സമാന ഹെ ബച്പൻ ക സമാന ബി ക്യാ ഹൂബ് സമാന ഹെ. നേരത്തെ പറഞ്ഞ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള പാട്ടാണിത്. അപ്പോൾ ഇത് പ്രാർത്ഥനയല്ല, അതൊരു ബച്പൻ കി യാദ് മേ ലിഖി ഗയി ഏക് നസ്മ ഹെ. യെസ്. 5ാമത്തെ നോക്കൂ, കൗസീൻ സെ മുനാസിബ് ലഫ്സ് ചുൻകർ ഗ്രൂ ബരിയെ. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് പിന്നെ ജോഡികൾ തിരഞ്ഞെടുത്തിട്ട് റെഡിയാക്കാനുള്ളത്. അപ്പോൾ ബ്രാക്കറ്റ് ഇതാണ്. ഷഫിയുദ്ദീൻ നയ്യർ, ഒരു കവിയുടെ പേര് ആണ് ഷഫിയുദ്ദീൻ നയ്യർ. കഹാനി പറഞ്ഞ സ്റ്റോറിയാണ്. ദ്വായ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ ഗാനം.
അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് പൂരിപ്പിക്കണമെങ്കിൽ ഹം കിത്തനെ ഗരീബ് ഹൈ, ആനന്ദ്. പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല, ബ്ലാങ്ക് ആണ്. പിന്നെ ബച്ചേക്ക് ദുആ, പിന്നെ ഇവിടെ ബ്ലാങ്ക് ആണ്, ഇവിടെ ഇക്ബാലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ദുആയനസും നിർത്തിയിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ബച്ചേക്ക് ദുആ എന്നുള്ളതാണ് ഏത്, ഇക്ബാൽ എഴുതിയ പ്രാർത്ഥനാ ഗാനം. അത് ഈ ദുആയനസ് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ എന്താ ചെയ്യുക, ഹം കിത്തിനെ ഗരീബ് ഹേ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദുർബലരാണ്, നിസ്സഹായരാകുന്നു എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിലൊരു മെയിൻ ക്യാരക്ടർ, മുഖ്യ കഥാപാത്രമാണ് ആനന്ദ്. അപ്പോൾ ആനന്ദ് എന്നുള്ളത് ഈ ഹം കിത്തിനെ ഗരീബ് ഹേ എന്നുള്ളൊരു കഹാനിയാണ്, സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ അത് ഈ കഹാനിന്ന് എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുക. അതോടുകൂടെ അത് കംപ്ലീറ്റ് ആയി. അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു, ഇവിടെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു. അങ്ങനത്തെ പ്രവർത്തനമാണ്. ആറാമത്തെ നോക്കുമോ, നീച്ചെ ദിയെ ജുംലെ ഓർസെ പഠിയെ ഉന്മേ സഹി ജുംലെ ചുൻകർ ലിഖിയെ. താഴെ തന്നിട്ടുള്ള ജുംലകൾ പഠിക്കുക, വായിക്കുക, അതിൽ ശരിയായ ജോഡികൾ എടുത്തെഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ നോക്കൂ, ബച്ചെ ബഡേ ഹോ രഹേ ഹൈ, കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുന്നു, ബഡേ ഹോ രഹേ ഹൈ. പിന്നെ അടുത്ത ബച്ചെ ബഡാ ഹോ രഹാ ഹൈ. അപ്പം ഒക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബച്ചെ ബഡി ഹോ രഹി ഹൈ, ബച്ചെ ബഡി ഹോ രഹി ഹൈ. അപ്പോൾ ഈ ബിയും സിയും ഡിയും തെറ്റാണ്. ഇത് മാത്രമാണ് ശരി. കാരണം ബച്ചെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം നമ്മൾ ജമ്മായിട്ട്, അത് പ്ലൂരലായിട്ടാണ് പറയണ്ടേ. ബഡേ, ബച്ചെ എന്ന് പറഞ്ഞാൽ ബഡേ എന്നാണ്. പിന്നെ ഇവിടെയൊക്കെ ബഡ എന്നാണ്, ബഡി എന്നാണ്, അത് പറയില്ല. കാരണം ബഡ എന്നാണ് സിംഗുലർ, ഏകവചനാണ്. ഇത് പറഞ്ഞാൽ ഏകവചനാണെങ്കിലും സ്ത്രീലിംഗാണ്. യെസ്. ഇവിടെ നോക്കൂ, ബച്ചെ ബഡേ ഹോ രഹേ ഹൈ, ഇതാണ് കറക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായന നല്ല ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊക്കെ സ്ട്രക്ചർ, സെൻറ്റൻസ് സ്ട്രക്ചർ ശരിക്കും കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതൊക്കെ എല്ലാം വായിക്കന്നെ വേണം. ഇനി നോക്കൂ, 7 से 13 तक के सवालों से किसी 5 के जवाब 3-4 जुमले में लिखिए. 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 5 ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുക. അങ്ങനെ 3-4 ജുംലെ में लिखिए. 3-4 സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ്. ഒന്നാമത് നോക്കൂ, പേട് ഏക് വരദാൻ ഹേ, മരം ഒരു വരദാനമാകുന്നു. വോ ഫിത്രത് കി ജാൻ ബി ഹേ, അത് പ്രകൃതിയുടെ ഒരു ജീവനാകുന്നു, ജീവനാടിയാകുന്നു. ബച്ചോ പേട് സെ ഹമേ ക്യാ ക്യാ ഫായിദേ ഹൈ, മരം കൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട്. ചന്ത് ജുംലയിലേക്ക് കുറച്ച് ജുംലകൾ എഴുതുക. അപ്പം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് പരിസ്ഥിതി ദിനത്തിൻ്റെ ഒന്നും മുദ്രാവാക്യം, സ്ലോഗനും പിന്നെ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉറുദുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് എഴുതുക. മരം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെ എഴുതുക. അപ്പോൾ പിന്നെ പേട് ലഗാനെ സെ ഹംകോ, പിന്നെ എന്താണ്, ഫൽ മിൽത്തേഹ്, പഴങ്ങൾ കിട്ടും. അതുപോലെ ഇനി വേണമെങ്കിൽ പൂക്കളും കിട്ടും, ഫൂൽ മിൽത്തേഹ് എന്ന് എഴുതുക. അല്ലെങ്കിൽ പേട് ഏക്ക് സായാദാർ ദറഖ്ത് ഹേ, അല്ലെങ്കിൽ പേട് സായാ ദേത്തേ ഹേ എന്ന് പറഞ്ഞാൽ മരം തണൽ തരുന്നു. സായാന തണൽ തരുന്നു, അങ്ങനെയും പറയാം. പിന്നെ മരം കൊണ്ട് നമുക്ക് വീട് നിർമ്മിക്കാം അല്ലേ. പേട് സെ ഹം ഗർ ബനാത്തേ ഹേ, ബൻ സക്തേ ഹേ, അല്ലെങ്കിൽ ബനാത്തേ ഹേ, അങ്ങനെ എഴുതാം. പിന്നെ മരം കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉപയോഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്തൊക്കെയാണ്, വീട് വെക്കൽ മാത്രമല്ല പല സംഗതികളും നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഫർണിച്ചർ ബനാത്തേ ഹേ, ദർവാസ ബനാത്തേ ഹേ, മരം കൊണ്ട്. പിന്നെ കിടക്കി ബനാത്തെ, കിടക്കിയാണ് വിൻഡോ, ദർവാസ വാതിൽ, അങ്ങനെ കുറേ സംഗതികൾ. പിന്നെ എന്താ പറയുക, ഓരോ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. യെസ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ മണ്ണൊലിപ്പ് തടയുന്നു, പിന്നെ നമുക്ക് തണൽ തരുന്നു, പിന്നെ എന്താ പറയല്, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. മഴ ഉണ്ടാകുന്നില്ലേ. പേട് ലഗാനസെ ബാരിഷ് മിൽത്തെ ഹേ, മഴ കുറേ ഉണ്ടാണെങ്കിൽ ഭൂമിയിലും മരങ്ങൾ ഉണ്ടായേ പറ്റൂ. പിന്നെ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും മരങ്ങളെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആലുദഗി പറഞ്ഞാൽ പൊല്യൂഷനാണ്. ആലുദഗി പിന്നെ ദൂർ കർണേക്കോ പേട് ലഗാന ജറൂരി ഹേ, മരം നടൽ നല്ലതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിലൊക്കെ, ഇതൊക്കെ നമ്മൾ ഹോംവർക്കായിട്ട് ചെയ്തതാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട്ബുക്കിലുണ്ടാവും. യെസ്. അടുത്ത് നോക്കൂ, മേര നാം ഗോപാൽ ഹേ, എൻ്റെ പേര് ഗോപാൽ ആകുന്നു. മേം അക്കേല രഹത്താവും അല്ലേ, ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. മേര ബേട്ട ബഹു ഓർ പോത്തി മലേഷ്യ മേ ഹേ, എൻ്റെ മകനും എൻ്റെ മരുമകളും എൻ്റെ പേരക്കുട്ടിയും മലേഷ്യയിലാകുന്നു. ഗോപാൽ ബച്ചോം സെ അപ്പിനി ആപ് ബൈത്തി കഹനെ ലഗ, ഗോപാൽ കുട്ടികളോട് തൻ്റെ
ആത്മകഥ പറയാൻ തുടങ്ങി. ബൈത്തിയാണ് ആത്മകഥ പറയാൻ തുടങ്ങി. ബച്ചോ ആപ് ബി അപ്പനെ ബാരെ മേ ബയാൻ കർത്തേ ഹുയേ ഏക് ആപ് ബൈത്തി തയ്യാർ കീജിയേ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരു ആത്മകഥ, ഒരു ഓട്ടോബയോഗ്രഫി സ്റ്റൈലിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 8ാം ക്ലാസ് വെച്ചിട്ട് ഒരു 12, 13, 14 വയസ്സുള്ള പ്രായത്തിനനുസരിച്ചുള്ള നിങ്ങളെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ആബൈത്തി മേക്ക് തേരസാൽ ഉമ്രക്കായേക്ക് ലഡ്ക്കാഹും ലഡ്ക്കീഹും പിന്നെ എന്താ പറയല് മേം എന്താ പറയല് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇതാ ഏക്ക് ദിൻ ഞാനൊരു പുറത്തോടെ പോയപ്പോഴേ അല്ലേ മൈസൂർ ഗയത്തെ മൈസൂരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളെ ഗർക്കെ പാസ് ഏക്ക് ബാത്ത് ഹുയി അല്ലെങ്കിൽ ഗാവുമേ ഏക്ക് എന്താ പറയുക ബാത്ത് ഹുയി അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിലോ ആക്കിയിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒന്ന് ശീലിക്കുക കേട്ടോ. ഇതൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. പിന്നെ ബഹ്തി ഹുയി നദിയാം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദികൾ, ദൂർ ദൂർ തക് ഫീലേ ഹുയെ ഖേത്ത് അങ്ങകലെ പരന്നു കിടക്കുന്ന വയലുകൾ, വാവ് ക്യാ നസാരാ ഹേ എത്ര മനോഹരമായൊരു കാഴ്ചയാകുന്നു. അശോക്പുരം ഗാവും കാ നസാര ബഹുത് ഹസീൻ ഹേ അശോക്പുരം ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ വേറിട്ടൊരു കാഴ്ച തന്നെ, മനോഹരമായ കാഴ്ച തന്നെയാകുന്നു. ആപ്കെ ഗാവും യാ ഷഹർ കെ നസാരെ കേസേ ഹേ നിങ്ങളുടെ ഗ്രാമത്തിലെ അല്ലെങ്കിൽ പട്ടണത്തിലെ കാഴ്ചകളൊക്കെ എത്തരത്തിലുള്ളതാകുന്നു. നസാരാണ് കാഴ്ച, സീനറി. ബച്ചോ ഗാവ് യാ ഷഹർ കെ ബാരേമേ നോട്ട് ലിഖിയെ. അപ്പം നിങ്ങൾ ഒന്നിക്ക് പിന്നെ ഗ്രാമത്തെക്കുറിച്ച് അപ്പം മേര ഗാവും കാ നാം കുട്ടിലങ്ങാടി ഹേ അല്ലെങ്കിൽ മേര ഗാവ് കാ നാം കോഡൂർ ഹേ അല്ലെങ്കിൽ ചമ്മങ്കടവ് ഹേ എന്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക ആ രൂപത്തിൽ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ ടൗണിലാണ് മേര ഷഹർ കാ നാം മലപ്പുറം ഹേ യഹാം ബൗസാരെ പിന്നെന്താണ് ദഫ്തറെ ഹൈ അല്ലെങ്കിൽ ഓഫീസ് ഹൈ പിന്നെ കളക്ടറേറ്റ് ഹേ അല്ലെങ്കിൽ കോട്ടക്കുന്ന് മൈതാൻ ഹേ പാർക്ക് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പൂന്തോട്ടമുണ്ട് പിന്നെ അല്ലെങ്കിൽ നദിയുണ്ട് പുഴ ഉണ്ട് അങ്ങനെയൊക്കെ എന്താണ് ഗ്രാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ പട്ടണത്തെക്കുറിച്ച് എഴുതാൻ പറ്റുന്ന നിങ്ങൾ സിമ്പിളായിട്ട് ഇതൊക്കെ സിമ്പിൾ സംഗതിയാണ്. നമ്മൾ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്നൊക്കെ പരിശീലിച്ച സംഗതിയാണ്. 10ാമത് നോക്കൂ. ഹോ മേരാ കാം ഗരീബോ കി ഹിമായത്ത് കർന ദർദ്മന്ദോ സെ സൈഫോ സെ മുഹബ്ബത്ത് കർന. ഇതും നമ്മൾ ആ ദുആയ നസ്മാണ്, പ്രാർത്ഥനാ ഗാനത്തിൽ നിന്ന് വന്നതാണ് ഇക്ബാലിൻ്റെ. ഈ കിസ്കാ ഷീർ ഹേ ഇത് ആരുടെ വരിയാകുന്നു? അപ്പം നിങ്ങൾ എഴുതണം ഈ മുഹമ്മദ് ഇക്ബാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ക ഷീർ ഹേ എന്ന് എഴുതാം. പിന്നെ ഷായർ കെ ഖയാൽ മേം ഈ കവിയുടെ ഭാവനയിൽ ഹംകോ കിൻ കിൻ ലോഗോ കി മദദ് കർണി ചായേ. ഈ ഷായർ ഇവിടെ കവി പറയുന്നതിനനുസരിച്ച് നമ്മൾ ആരെല്ലാം നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വരികൾ പറയുന്നത് ഹോ മെരാ കാം ഹോ ഗരീബോം കി ഹിമായത്ത് കർനാ ഹേ എന്ന് വെച്ചാൽ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കലാകുന്നു എൻ്റെ ധർമ്മം, എൻ്റെ ജോലി. ഗരീബന പാവപ്പെട്ട ആൾ. ദർദ് മന്ദോം സെ എന്ന് പറഞ്ഞാൽ ദർദ് എന്ന് പറഞ്ഞാൽ വേദന, വേദനിക്കുന്നവരുടെയും സൈഫോം സെ സൈഫ് എന്ന് പറഞ്ഞാൽ അറബി വൈഫ് എന്ന് പറയില്ല, സൈഫ് നമ്മൾ ഇവിടെ പ്രൊണൗൺസ് ചെയ്യല്. ദുർബലരെയും മുഹബത്ത് കർന മേര കാം ഹേ എന്ന് വെച്ചാൽ സ്നേഹിക്കലാണ് എൻ്റെ ജോലി. അതാണ് ഇവിടെ കവി പറയുന്നത്. അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ആശയം മഫ്ഹൂം എഴുതൽ ഇങ്ങനെയാണ്. ഷാർ സെ കഹന ചാത്തേ ഹേ പിന്നെ മേര കാം തോ ഗരീബോം കി ഹിമായത്ത് കർന ഓർ ദർദ് മന്ദോം സെ സൈഫോം സെ മുഹബത്ത് കർന ഹേ. അത്ര എഴുതിയാൽ തന്നെ ഫുള്ള് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നോക്കുക അടുത്തത്. പിന്നെ ബച്ചു ഇൻ സവാലും ക മസ ഷേർ ക മഫൂം അപ്പിനെ അൽവാസ് മലി നമ്മൾ മഫൂം എന്ന് പറഞ്ഞ ആശയം എഴുതാനാണ് അപ്പോൾ ആ വരിയുടെ അത് പറഞ്ഞു. ഇനി 11ാമത്തെ ബച്ചോ കഹാനി ഹം കിത്തിനെ ഗരീബ് ഹേ നമ്മൾ എത്ര ദുർബലരാണ് പാവപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്, കഥ ഉണ്ടല്ലോ. ആപ്പിനെ പഠിഹേന നിങ്ങളത് പഠിച്ചിട്ടുണ്ടല്ലോ. ഇസ് കഹാനിക്ക് ദോ കിർദാറോം കെ നാം ലിഖിയെ ഇതിലുള്ള 2 കഥാപാത്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ എഴുതുക. അപ്പോൾ അതിൽ ഒന്ന് പിന്നെ മദൻലാലും മറ്റൊന്ന് ആനന്ദും. അതല്ലേ നമ്മൾ പഠിച്ചത്. അത് നിങ്ങൾ ഒക്കെ ബൈ ഹാർട്ട് ഉണ്ടാവണം കേട്ടോ. കഥകളൊക്കെ ആണെങ്കിൽ അതിൽ കിർദാറുകളൊക്കെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതങ്ങനെ എഴുതിയിട്ട് പിന്നെ പസന്തിതായ കിർദാർക്ക് ബാരമേ നോട്ടിലേക്ക് ഒന്നൊക്കെ മദൻലാലിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ആനന്ദിനെ കുറിച്ച് എഴുതുക. മദൻലാൽ ഈ കച്ച ബാപ്പ് ഹേ ഓ അപ്പിനെ എന്താ പറയുക ബേട്ടേക്കോ പിന്നെ എന്താണ് നേക്ക് രാഹ് അല്ലെങ്കിൽ അച്ച രാസ്ത സിക്കാന ചാഹ്താ ഹേ ഓ ഏക് ദിൻ ഉസ്കോ ഗാവ് മേ ലേക്കെ ഗയ എന്നൊക്കെ പറയുകയാണെങ്കിലേ सारे दुनिया से दुनिया का सबसे दौलतों से ऊपर ये എന്താണ് ഗാവും വാലോം കാ
പിന്നെ ഗാംവാലോക്ക ജിന്ദഗി ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അത് നിങ്ങൾ പിന്നെ ഓ സിക്കാനെ കെലിയെ അപ്പനെ ബേട്ടയ്ക്ക് ലേഖേ ഗയാന്ന് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മകനാണ് ഇഷ്ടമെങ്കിൽ മദൻലാൽ കാ ബേട്ട ഹേ കോൻ ആനന്ദ് ആനന്ദേക്ക് അച്ചാദ്മി ഹോക്ക് बाप का हमेशा खिदमत करना चाहते हैं, बाप का प्यार करते हैं. പിന്നെ എന്താ പറയുക, ഇത്തിനി ചോട്ടി ഉമ്രമേ ഓ ജിന്ദഗി കാ പിന്നെ എന്താണ് ജിന്ദഗി കാ സാരാ മാലൂം പടാ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. ആരെയാണോ ഇഷ്ടമുള്ളത് ആ രൂപത്തിൽ എഴുതാം. അടുത്ത് നോക്കൂ 12ാമത്തെ ഇബാറത്ത് ഓർ സെ പഠിയെ ഓർ ഇഷാറോ കി മദദ് സെ 3 സവാലാത്ത് തയ്യാർ കീജിയെ. ഇപ്പോൾ താഴെ തന്നിട്ടുള്ള ഒരു ചെറിയ സമ്മറി ഉണ്ട്, അത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നോക്കൂ, അശോക് പുരം ഗാവും ബഹുത് ഖൂബ്സൂറത്ത്. അശോക് പുരം ഗ്രാമം എന്നുള്ളത് മനോഹരമാണ്. വഹാം കെ ഹസീൻ നസാരെ, അടുത്ത മനോഹരമായ കാഴ്ചകൾ ആനന്ദ് കോ ബഹുത് പസന്തായി, ആനന്ദ് ഇഷ്ടപ്പെട്ടു. ഓ അപ്പിനെ അബ്ബ മദൻലാൽ കെ സാത്ത് അശോക് പുരം ഗാവുമേ ആയാത്ത, തൻ്റെ ഉപ്പയുടെ അച്ഛൻ്റെ കൂടെ പിന്നെ അശോക് പുരം ഗ്രാമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആര്, ആനന്ദ്. മദൻലാലിയേക്ക് മാൽദാർ ആദ്മീത്ത, മദൻലാൽ ഒരു സമ്പന്നനായ മനുഷ്യനാണ്. ഉസ്കി ഹാഷ് തീ, അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു കി അപ്പിനെ ബേട്ടെ ആനന്ദ്ക്കോ അപ്പിനി ദൗലത്ത് മന്ദിക്കെ ബാരേമേ, തൻ്റെ സമ്പത്തിനെ കുറിച്ചൊക്കെ ബത്താദേ താക്കെ എന്ന് വെച്ചാൽ ഈ സമ്പത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് ഈ അച്ഛന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. താക്കെ ബേട്ടയ്ക്ക് ദിൽമേ ബാപ് കി ഇസ്സത്ത് വ അഹ്മിയത്ത് ഓർ ബഡ് ജായെ, അങ്ങനെ ആകുമ്പോൾ മകൻ്റെ മനസ്സിൽ ഉപ്പയോടുള്ള ഇസ്സത്ത്, ആദരവും അഹ്മിയത്ത്, പ്രാധാന്യവും ബഹുമാനമൊക്കെ വളർന്നേക്കാം എന്ന് അച്ഛനായ മദൻലാൽ വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഗതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സംഗതിനെ നോക്കൂ. ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്ത് കഹാം എവിടെ, കേസെ എങ്ങനെ, ക്യൂം എന്തുകൊണ്ട്, കോൻ ആര്, ക്യാ എന്ത്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ എന്തുണ്ടാക്കണം, പിന്നെ 3 ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ആണെങ്കിൽ കഹാം, അപ്പോൾ അശോക് പുരം ഗാവും ബഹുത്ത് ഖൂബ്സൂറത്ത് ഹേ എന്നല്ലേ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ കേസെ എന്ന് എടുത്തിട്ട് അശോക് പുരം ഗാവും കേസെ ഹേ എന്ന് എഴുതാം അല്ലേ. കേസെ ഹേ എങ്ങനെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ വഹാം കെ ഓക്കെ വഹാം കെ ഹസീൻ നസാരെ ആനന്ദ് കോ വേണമെങ്കിൽ കേസെ ലഗ, പിന്നെ അവിടെയും കേസേ കൊടുക്കുക. കേസേ ഒന്ന് കൊടുത്താൽ പിന്നെ കൊടുക്കണമെന്നില്ല. പിന്നെ നോക്കുമ്പോൾ പിന്നെ അബ്ബ മദൻലാൽ കെ സാത്ത് പിന്നെ അശോക് പുരം ഗാവും ആയാത്ത, അപ്പോൾ അശോക് പുരം ഗാവുമേ കോൻ ആയാത്ത, ഈ കോൻ എടുത്തിട്ട് അവിടെ കൊടുക്കുക. പിന്നെ മദൻലാൽ ഏക്ക് മാൽദാർ ആദ്മീത്ത, അപ്പം उसकी ख्वाहिश थी कि वो अपने बेटे आनंद को अपनी दौलतमंदी के बारे में बताएं. അപ്പം മദൻലാൽ का പിന്നെ ഖ്വാഹിഷ് ഖ്യാ था, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അവിടെ ക്യാന്ന് ഫിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ക്യൂ എന്നാണ് അല്ലേ. അപ്പം അതൊക്കെ വെച്ചിട്ട് 3 ഉണ്ടായി. അപ്പോൾ 3 നമ്മൾ പറഞ്ഞല്ലോ. അപ്പം കഹാം അശോക് പുരം ഗാവും പിന്നെ അപ്പോൾ അവിടെ കഹാമിലൂടെ ഫിറ്റ് ചെയ്യാളങ്ങൾ ഇങ്ങനെ നോക്കുക, ഈ സ്റ്റോറി വെച്ചിട്ട് നോക്കുക. 3 ആയി കഴിഞ്ഞാൽ നമുക്ക് 3 പറഞ്ഞു പോകാം. ഓക്കെ, അത് നിങ്ങളെ ഇതുവരെ യുക്തിപൂർവ്വം ചെയ്യാം. പിന്നെ സ്റ്റോറി ഏത് രൂപത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 13ാമത്തെ നോക്കൂ, ആജ്കൽ ലോക് ഫിത്രത് കോ ബർബാദ് കർ രഹേ ഹൈ, ഇക്കാലത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്, കേടുവരുത്തുകയാണ് ആര്, ജനങ്ങൾ. പേട് പൗതെ കാട്തേ ഹേ, മരങ്ങളും ചെടികളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്. നദീ നാലോമേ പ്ലാസ്റ്റിക് ഡാൽത്തേ ഹേ, നദിയിലും തോടിലൊക്കെ പ്ലാസ്റ്റിക് ഇടുന്നുണ്ട്. ബച്ചോ ഉസ്കെ ഖിലാഫ്, അതിനെതിരായിട്ട് സ്കൂൾ കെ മാഹോലിയാത്തി ക്ലബ് കെ, സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ, മാഹോലിയാത്തി ക്ലബ് കെ മാതാഹത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഏക്ക് ജലൂസ് നിക്കാലിനെ വാലാഹെ, ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ജലൂസ് കെ ലിയെ 3 നാറെ തയ്യാറാക്കിയേ, ജലൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് 3 മുദ്രാവാക്യം, 6 നിറ മുദ്രാവാക്യം, സ്ലോഗൻ, മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ. പിന്നെ എന്താ പറയുക, പേട് ലഗാവോ, പിന്നെ എന്താണ് ജാൻ ബച്ചാവോ, മരം നടു ജീവൻ രക്ഷിക്കൂ, പിന്നെ പേട് ഫിത്രത് കി പേട് ഏക്ക് വരദാൻ ഹേ, ഫിത്രത് കി ഏക്ക് വരദാൻ ഹേ, പ്രകൃതിയുടെ ഒരു വരദാനമാകുന്നു. പിന്നെ പേട് നഹി തോ ജാൻ നഹി, മരമില്ലെങ്കിൽ ജീവനില്ല. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാ ഇസ്തിമാൽ കം കരോ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കൂ. അല്ലെങ്കിൽ നദി 4 ഹിഫാസത്ത് കരോ, പുഴയും തോടൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ സംരക്ഷിക്കൂ. ഇങ്ങനെ എന്തും നിങ്ങൾക്ക് മുദ്രാവാക്യമായിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞതിലൊക്കെ ഉൾപ്പെടുത്താം.
അടുത്ത് നോക്കൂ 14 तक 14 से 19 तक के सवालों से किसी 4 के जवाब 4-5 जुमले में लिखिए. 14 മുതൽ 19 വരെ നിങ്ങൾ എന്താണ് 4-5 ജുംലകളിൽ എഴുതാണ്. 14-ാമത്തെ മഹബൂബ് സമാന ഹെ നമ്മൾ പഠിച്ച പാട്ട്. മഹബൂബ് സമാന ഹെ മർഗൂബ് സമാന ഹെ ബച്പൻ ക സമാന ബി ക്യാ ഖൂബ് സമാന ഹെ. ഇത് നമ്മൾ ഷഫീഉദ്ദീൻ നയ്യറുടെ ഒരു പാട്ടാണ് അല്ലേ, ബച്പൻ കെ ബാരെ മേ. ബച്ചോ ഷായർ ഷഫീഉദ്ദീൻ നയ്യർ ഇസ് ഷേർ മേ ബച്പൻ കെ ബാരെ മേ ബയാൻ കർത്താ ഹെ. അപ്പം കവി കുട്ടിക്കാലത്തെക്കുറിച്ച് ഇവിടെ എഴുതുന്നുണ്ട്. ബച്പൻ കെ സമാന ബഹുത് ഖൂബ്സൂറത്ത്. ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ബച്പൻ കെ സമാന, ആ കുട്ടിക്കാലം എന്നുള്ളത് ഭയങ്കര മനോഹരമാണ്. ബച്പൻ കെ ബാരെ മേ ചന്ദ ജുംല ലിഖിയെ. കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഒന്നാമത് നോക്കൂ. ബുഡ്ഡ ഗോപാൽ പാർക്ക് മേ അഖേല മായൂസ് ബൈഠാത്ത. ബുഡ്ഡ ഗോപാൽ വയസ്സനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഗോപാൽ പാർക്ക് മേ പാർക്കിൽ അഖേല ഒറ്റക്ക് മായൂസ് ബൈഠാത്ത നിരാശനായിട്ട് ഇരിക്കുകയായിരുന്നു. ഉസ്ക ബേട്ട ബഹു ഓർ പൂത്തി മലേഷ്യ മേ. അദ്ദേഹത്തിൻ്റെ മക്കളും മരോളും പേരമക്കളൊക്കെ ഇവിടെ ആയിരുന്നു, മലേഷ്യയിലായിരുന്നു. ബച്ചു അഗർ ആപ്കോ ഗോപാൽ സെ മിൽനെ കാ മൗക്ക മിലാത്തോ. നിങ്ങൾക്ക് ഈ ഗോപാലിനെ പോലെ ഒരാളെ അല്ലെങ്കിൽ ഗോപാലിനെ കാണാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ക്യാ ക്യാ സവാലത്ത് കരയെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. 4 സവാലത്ത് തയ്യാറാക്കി ചെയ്യും, 4 ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഇത്തരം ഒരാളെ കിട്ടണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ചോദ്യങ്ങൾ, ആപ്ക നാം ക്യാ ഹേ, ആപ് കഹാം രഹത്തെ ഹേ, ആപ്കെ സാത്ത് കോൻ കോൻ ഹേ, അല്ലെങ്കിൽ തുമാര ആപ്ക ബേട്ട മലേഷ്യ മേ കിത്തനെ സാൽ സെ വഹാം രഹത്തെ ഹേ, അങ്ങനെയൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എല്ലാം ഞാൻ ആൻസർ പറയുന്നില്ല. യെസ്. 16-ാമത് നോക്കൂ. 5 ജൂൺ മാഹോലിയത് കാ ദിനെ. ജൂൺ 5 പരിസ്ഥിതി ദിനമാകുന്നു. ഇസ് ദിൻ കോ ഹം ലോഗ് പേഡ് പൗധേ ലഗാത്തെ. ഈ ദിവസം നമ്മൾ മരങ്ങളും തൈകളൊക്കെ നടാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ബച്ചോ ആസ്പാസ് കെ 2 പേടോ കെ നാമിക്ക്. നിങ്ങളെ ചുറ്റുഭാഗത്തുള്ള 2 മരങ്ങളുടെ പേര് എഴുതുക. അപ്പം നിങ്ങൾക്കറിയാം നീം കാ പേട്, അതുപോലെ പിന്നെ ഇംലി കാ പേട്, ഇംലിയാണ് പുളിമരം, ആം കാ പേട് മാവ്, അത് കട്ഹൽ കാ പേട് പാവ്, അങ്ങനെയൊക്കെ. പിന്നെ നാരിയൽ കാ പേട് ഒക്കെ നിങ്ങൾക്ക് അറിയണം. പസന്ദീദ ഏക്ക് പേട് കെ ബാരേമേ നോട്ട് ലിഖിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മരത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. അപ്പം ആണെങ്കിൽ നമുക്ക് നാരിയൽ കാ പേട് എന്താണ് ഉള്ള ഉപയോഗം കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ നാരിയൽ കാ പേട് സെ ഹം നാരിയൽ മിൽത്തെ, തേങ്ങ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നാരിയൽ സെ സാരൻ ബൻത, കറി ഉണ്ടാക്കും, തേങ്ങ കറിയിലിടും, അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ നമ്മൾ എന്താ പറയുക, നാരിയൽ കാ പേട് സെ ഹം ഗർ ബനാത്തെ, തെങ്ങ് കൊണ്ടൊക്കെ മരം ഉണ്ടാക്കും, തെങ്ങ് കൊണ്ടൊക്കെ നമ്മൾ വീടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക്. പ്ലാവിൽ നിന്ന് നമുക്ക് ചക്ക കിട്ടുമല്ലേ. കട്ടഹൽ കാ പേട് സെ നമുക്ക് കട്ടഹൽ മിൽത്തെ ഹേ, അങ്ങനെയൊക്കെ എഴുതാം. അടുത്ത് നോക്കൂ. ബച്ചോ ആപ്നെ പാർക്ക് ദേക്കാ ഹേ നാ. നിങ്ങൾ പാർക്ക് കണ്ടിട്ടില്ലേ. വോ കിത്തനി ഖൂബ്സൂറത്ത്. എത്ര മനോഹരമാണ് ആ പാർക്ക്. പാർക്ക് സെ താലൂക്ക് രക്കിനെ വാലെ 4 അൽഫാസ് ലിഖിയ. പാർക്കുമായി ബന്ധപ്പെട്ട് 4 അൽഫാസുകൾ. അപ്പോൾ പദസൂര്യ നിർമ്മിക്കുക. പാർക്കിൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഊഞ്ഞാലുണ്ടാവും, അപ്പോൾ ജൂല, പിന്നെ തിത്തലി ഉണ്ടാവും, പിന്നെ ഫൂലുണ്ടാവും, പിന്നെന്താണ് ബച്ചേ. അങ്ങനെ അപ്പോൾ പാർക്ക് മേ ജൂല ഹൊത്തേ ഹേ, പിന്നെ തിത്തലിയ ഹേ, ഫൂല് ഹേ എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ പാർക്ക് ബാരമേ നോട്ട് ലിഖിയ. അപ്പോൾ നിങ്ങൾ പാർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിലതുണ്ടാവും, ഇതുണ്ടാവും, വെള്ളച്ചാട്ടത്തിന് ഫുവാറ എന്ന് പറയും. പിന്നെ അങ്ങനെ ചെറിയ ചോട്ട താലാബ് ഹോത്തേ ഹേ, തിത്തലിയ ഹേ എന്നൊക്കെ എഴുതിയിട്ട് എഴുതാം. നോക്കൂ. 18-ാമത്തെ ഇബാറത്ത് ഓർസെ പടിയോർ നീച്ച് ദിയ സവാലൊക്കെ ജവാബ് ലിഖിയെ. ഈ താഴെ തന്നിട്ടുള്ള ഒരു പാസേജ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദു കെ മഷൂർ ഷായർ. ഇക്ബാൽ ഉറുദുവിൻ്റെ പ്രസിദ്ധനായ കവിയാകുന്നു. വോ 1817 ഈസവി കോ സിയാൽകോട്ട് മേ പൈദാ ഹുയെ. 1877 ഇവിടെ ജനിച്ചു. പിന്നെ സിയാൽകോട്ടിൽ ജനിച്ചു. പിന്നെ ബച്പൻ ഹി സെ ഉനെ ഷായരി കാ ഷൗക്കത്ത. കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് പിന്നെ കവിതയോട് നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഓ ഏക്ക് ഫിൽസഫി ഷായർത്തെ. ഒരു ഫിലോസഫിക്കൽ പോയിറ്റായിരുന്നു. എന്ന് വെച്ചാൽ ഒരു തത്വശാസ്ത്രത്തിലൊക്കെ ഊന്നിയിട്ടുള്ള ഒരു കവി ആയിരുന്നു ഇക്ബാൽ. ഉൻകി ഷായരിമേ ഫൽസഫ കാ അസർഫായ ജാത്തായ. അപ്പോൾ തത്വശാസ്ത്രം ഫിലോസഫിയുടെ ഒരു സ്വാധീനം നന്നായിട്ട് ഇതിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കവിതയിലുണ്ട്. ബാങ്കേദറ ബാലെ ജിബ്രീൽ ഓർ സർബേക് അലി എന്ന് പറഞ്ഞാൽ, ബാങ്കേദറ ബാലെ ജിബ്രീൽ സർബേക് അലി എന്ന് പറഞ്ഞാൽ ഇത് 3 സമാഹാരങ്ങളാകുന്നു. ഇദ്ദേഹത്തിൻ്റെ കളക്ഷനാണ് കവിതകളുടെ. ഉൻകി ഷായരി കെ മജ്മൂഅ എന്ന് പറഞ്ഞാൽ കളക്ഷൻസ്. ഓക്കെ. പിന്നെ 1938 को
ലാഹോർ മേ ഉൻക ഇന്തിക്കാൽ ഹുവ. 1938 അദ്ദേഹം ലാഹോറിൽ പിന്നെ മരണപ്പെട്ടു. നോക്കൂ അതിന് ചോദ്യങ്ങൾ. അല്ലമ്മ ഇക്ബാൽ കോനെ, ഇക്ബാൽ ആരാകുന്നു? അപ്പോൾ ഇവിടെ തന്നെ ഒന്നാമത്തെ സെൻറ്റൻസ് കൊടുത്ത് ഇക്ബാൽ ഉറുദു കെ മഷൂർ ഷായർ, ഉറുദുവിൻ്റെ പ്രസിദ്ധനായ കവിയാകുന്നു. ഫസ്റ്റ് ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓ കഹാം പൈദാഹുയെ, എവിടെയാണ് ജനിച്ചത്? അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിയാൽകോട്ട് മേ പൈദാഹുയെ. പിന്നെ ഉൻകി ഷായരി മേ കിസ്ക അസർ പായ ജാത്ത, അദ്ദേഹത്തിൻ്റെ കവിതയിൽ എന്തെല്ലാം ഉള്ളത് കാണുന്നത്? അപ്പോൾ ഷായരി മേ ഫൽസഫ ക അസർ പായ ജാത്ത ഹെ. അതെല്ലാം ഈ പാസേജ് വായിച്ചാൽ തന്നെ കിട്ടും. 19 നോക്കൂ. रोहन जामन के पेड़ के नीचे बैठकर कहानी पढ़ रहा था. रोहन ആ ഞാവൽ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് കഥ വായിക്കുകയായിരുന്നു. ഇത്തിനെ മേ പേട് കാട്ടിനേക്ക് ലിയേ ലക്കഡ്ഹാര വഹാമായ. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ എന്താണ്, ഒരു മരം വെട്ടുകാരൻ ആ മരം വെട്ടാൻ അവിടെ വന്നു. ലക്കഡ്ഹാരെ, ആ മരം വെട്ടുകാരൻ ദേക്കക്കാർ രോഹനെ പൂച്ച. രോഹൻ ചോദിച്ചു, रोहन आप कौन है, നിങ്ങൾ ആരാണ്? അപ്പോൾ ലക്കഡ്ഹാർ എന്താ പറയുക, മേ ഏക്ക് ലക്കഡ്ഹാരാ ഹൂം, ഞാനൊരു മരം വെട്ടുകാരനാണ്. അപ്പോൾ ലക്കഡ്ഹാർ ഓർ റോഹൻ കി ഗുഫ്തഗു, ആ സംഭാഷണം. അപ്പോൾ എന്തിനാ ഞങ്ങൾ മരം വെട്ടുന്നത്? അപ്പോൾ വീട് വലുതാക്കാൻ, ലഗർ പഠാനെ കേലിയേ. അപ്പം എന്താ പറയുക, നെഹി, അപ്പം അതിനൊന്നും ആവശ്യമില്ല. യെ ഗർ കാഫി ഹേ, ഇത് മതി, നമുക്ക് ചോട്ട ഗർ ചാഹി എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. നിങ്ങൾ എങ്ങനെയാണ് സംഭാഷണം പൂർത്തീകരിക്കുക? അപ്പം അവിടെ അതാ ലെവലിൽ നിങ്ങൾ സെൻറ്റൻസ് ഒക്കെ ചേർത്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും കിട്ടാത്ത സെൻറ്റൻസ് കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, പേഴ്സണലായിട്ടൊന്ന് വിളിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.